ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗൈസ്, IPL മെഗാ ഓപ്ഷൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ ഇത്തിരി വൈകിപ്പോയത്. എന്തായാലും ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ആദ്യ ടെസ്റ്റിൽ ടീം ഇന്ത്യ പടുകൂറ്റൻ വിജയം സ്വന്തമാക്കിയിരിക്കുന്നു. ചരിത്ര വിജയമാണ്. പെർത്തിൽ 295 റൺസിന്റെ കിടിലൻ വിജയമാണ് ടീം ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത്. 534 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഓസീസിന് രണ്ടാം ഇന്നിംഗ്സിൽ 238 റൺസിന് ഓൾ ഔട്ട് ആവേണ്ടി വന്നിരിക്കുന്നു. 3 വിക്കറ്റ് വീതം വീഴ്ത്തിക്കൊണ്ട് ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ് എന്നിവർ തന്നെയാണ് ഓസീസിനെ തകർത്തെറിഞ്ഞതെന്ന് നമുക്ക് പറയാൻ കഴിയും. വാഷിംഗ്ടൺ സുന്ദറിന് 2 വിക്കറ്റുകളും വീഴ്ത്താൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും ആദ്യ ഇന്നിംഗ്സിൽ 150 റൺസിന് ഓൾ ഔട്ട് ആയിട്ടുള്ള ഒരു ടീം പിന്നീട് 295 റൺസിന് പടുകൂറ്റൻ വിജയത്തിൽ ആ ഒരു ടെസ്റ്റ് വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടീമിനെ നിങ്ങൾ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ബിക്കോസ് ദിസ് ഈസ് ടീം ഇന്ത്യ. ജസ്പ്രീത് ബുംറയ്ക്ക് ഈ ഒരു ടെസ്റ്റിൽ ഒന്നാകെ 8 വിക്കറ്റുകളാണ് വീഴ്ത്താൻ സാധിച്ചിട്ടുള്ളത്. യെസ്, ക്യാപ്റ്റൻ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് പൊള്ളിച്ചെടുക്കുന്ന കാഴ്ച. ഈ ഒരു ആദ്യ ടെസ്റ്റിലെ പ്ലെയർ ഓഫ് ദ മാച്ചായിട്ട് സെലക്ട് ചെയ്യപ്പെട്ടതും ബുംറ തന്നെയായിരുന്നു. എന്തായാലും 89 റൺസ് നേടിക്കൊണ്ട് ട്രാവിസ് ഹെഡാണ് ഓസ്ട്രേലിയയുടെ ടോപ്പ് സ്കോറായി മാറിയത്. ഈ ഒരു വമ്പൻ വിജയത്തോടുകൂടെ 5 മത്സരങ്ങളുടെ പരമ്പരയിൽ ടീം ഇന്ത്യ മുന്നിലെത്തിയിട്ടുണ്ട്. രണ്ടാം ടെസ്റ്റ് ഈ വരുന്ന ഡിസംബർ 6-ന് അഡ്ലൈഡിൽ വെച്ചാണ് ആരംഭിക്കുന്നതും. ഏതായാലും ടീം ഇന്ത്യ ഇന്ന് സ്വന്തമാക്കിയിട്ടുള്ളത് ഒരു ചരിത്ര വിജയമാണ്. യെസ്, ഫസ്റ്റ് എവർ ടീം ടു ബീറ്റ് ഓസ്ട്രേലിയ അറ്റ് ഒപ്റ്റ സ്റ്റേഡിയം ഇൻ പെർത്ത്. പെർത്തിലെ ഒപ്റ്റ സ്റ്റേഡിയത്തിൽ ഓസ്ട്രേലിയയെ വീഴ്ത്തുന്ന ആദ്യ ടീമായി ടീം ഇന്ത്യ മാറിയിരിക്കുന്നു. അതുമാത്രമല്ല, ഇന്ത്യ രജിസ്റ്റർ ദെയർ ലാർജസ്റ്റ് വിൻ ഇൻ ഓവർസീസ് ടെസ്റ്റ് ഇൻ ഓസ്ട്രേലിയ. അങ്ങനെ വമ്പൻ റെക്കോർഡുകൾ കൊണ്ട് ടീം ഇന്ത്യ ആദ്യ ടെസ്റ്റിൽ പൊള്ളിച്ചടക്കിക്കൊണ്ട് വിജയം സ്വന്തമാക്കിയിരിക്കുന്നു. ഈ ഒരു ആദ്യ ടെസ്റ്റിലെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്തെന്ന് വെച്ചാൽ ബാറ്റ്സ്മാൻമാരും ബോളർമാരും ഒക്കെ തന്നെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മികച്ച പ്രകടനം നടത്തി എന്നുള്ളത് തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ചെറിയൊരു ഗുഡ് ബൈ.